ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ സ്കൂളിൽ ഞാനാണ് കേട്ടോ പോയി വിളിച്ചുകൊണ്ട് വരുന്നതും അവരെ കൊണ്ടാക്കുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നടന്ന് കൊണ്ടാക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ് കേട്ടോ. മഴ കാരണം നമ്മുടെ അതിലേക്കൂടെ കണ്ടോ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ചെറുത് ഒരു ദിവസം മഴയില്ലെങ്കിൽ ഈ വെള്ളം അങ്ങ് മാറിക്കോളും. ഇതെന്തോ ഊറ്റെങ്ങാണ്ട് ഇറങ്ങുന്നത് അങ്ങനെ കണ്ടാണ് കേട്ടോ. പക്ഷേ ഭയങ്കര വെള്ളമാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. രാവിലെ ഞങ്ങൾ ധൃതി വെച്ചാണ് പോകുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 9 മണി 9:15 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ 9:30 ആകുമ്പോഴത്തേക്ക് 9:15 ഇറങ്ങിയാൽ ഞങ്ങളൊരു 9:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂളിൽ എത്തും കേട്ടോ. അങ്ങനെ പിന്നെ അതുകൊണ്ട് രാവിലെ നമുക്കിങ്ങനെ നമുക്കങ്ങനെ നിൽക്കാനൊന്നും സമയം കിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ വരുമ്പോൾ വൈകുന്നേരം വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുഞ്ഞമ്മയുടെ വീട്ടിലൊക്കെ നിന്നിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അമ്മയാണെങ്കിൽ ലിച്ചുവിനെ കുളിപ്പിച്ച് അവളെ ഒരുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് അവൾ ഉറങ്ങുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണർന്നപ്പോൾ അമ്മ അവളെ കുളിപ്പിച്ചിട്ട് ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുക്കിയതിൻ്റെ കോലമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവൾ എന്നെ വന്ന് കാണിച്ചാണ് കേട്ടോ. അങ്ങനെ കണ്ണൊക്കെ എഴുതിയതൊക്കെ കാണിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ആദ്യമേ തന്നെ മക്കളാണെങ്കിലുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും എന്നും ഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ. TP ഒക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ വന്ന ഉടനെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറയുവേ. ഇതുപോലെ TP ഇട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിക്കും, മാർക്കും ഒക്കെ കാണിക്കും. അങ്ങനെ എല്ലാം കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കൂടുതൽ കാണിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് മാർക്ക് കിട്ടിയതൊക്കെ കാണിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് തന്നെ ആദ്യം തന്നെ ഞാൻ ചെയ്യിക്കുന്നത് അവരുടെ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകുന്നിടത്ത് കൊണ്ട് വെപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അത് ആ ഒരു ചിട്ട അവർക്ക് ഇപ്പോൾ വൈകുന്നേരം വന്ന ഉടനെ തന്നെ ലഞ്ച് കിറ്റിൽ നിന്നും ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് പാത്രം കഴുകുന്നിടത്തോട്ട് കൊണ്ട് വയ്ക്കും. പിന്നെ അപ്പോൾ ഇന്ന് മൂത്ത ആൾ കഴിച്ചില്ല എന്ന് പരാതി പറയും കേട്ടോ. സമയം കിട്ടിയില്ല എന്നൊക്കെ വന്ന് പരാതി അമ്മൂമ്മയോടും എന്നോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് അവർ കൊണ്ടുപോയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ദോശയും കടലയായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് കൊണ്ടുപോയത്. ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡെയിലി നമ്മൾ ചോറൊന്നും കൊടുത്തു വിടാറില്ല. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അവർക്കത് മതിയെന്ന് പറയുകയാണെങ്കിൽ അത് കൊടുത്തു വിടും. അങ്ങനെ അവരാണെങ്കിൽ അവരുടെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ ബാഗൊക്കെ എടുത്ത് അവർ അപ്പുറത്തെ റൂമിൽ ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെക്കും. അപ്പോൾ അത് വൈകുന്നേരം വന്ന് അതൊരു ചിട്ടയാണ്. അങ്ങനെ ഒരു ചിട്ടയിൽ കുട്ടികൾ പോവുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ മുതലേ ഞങ്ങൾ പുനലൂർ അവിടെ ഉള്ളപ്പോൾ തന്നെ അവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവരുടെ പാത്രവും കാര്യങ്ങളും എല്ലാം അവർ എടുത്ത് വെക്കായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി ഇവരെ കുളിപ്പിക്കണം. കുളിപ്പിക്കത്തില്ല, അവർ തന്നെയാണ് കുളിക്കുക കേട്ടോ. അപ്പോൾ കുളിപ്പിക്കില്ല. പിന്നെ ഞാൻ ഡ്രസ്സും തുണികളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇട്ടുകൊണ്ട് പോയ തുണികളൊക്കെ അന്ന് തന്നെ കഴുകിയിടും. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അത് കഴുകിയിടും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നാളത്തേക്ക് നമ്മൾ വെച്ചിരുന്നാലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം തന്നെ അത് കഴുകി വിരിച്ചിടും. പക്ഷേ മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് മഴ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ചെറിയൊരു മഴയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ചെറിയൊരു വെയിലിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ വന്ന് ഡ്രസ്സൊക്കെ മാറുന്ന സമയത്തുള്ള ഭയങ്കര അടിയും വഴക്കാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ എപ്പോഴും അടിയും വഴക്കൊക്കെയാണ്. അപ്പം 2, 3 മക്കളുള്ള വീട്ടിലൊക്കെ ഇതായിരിക്കും അവസ്ഥ. അതുപോലെ അടിയും വഴക്കും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ കുളിക്കാൻ പോയി. അവർ കുളിക്കുന്ന സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വെച്ചു. ഇട്ടുകൊണ്ട് പോയി ജീൻസും ഷർട്ടും ഒക്കെ കഴുകിയിടാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഉണ്ടാക്കി വെച്ചേക്കത്തില്ല കേട്ടോ. എന്തെങ്കിലും സ്നാക്സൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കത്തില്ല. കാരണം അവർ വന്നതിന് ശേഷം മാത്രം ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം മാത്രമേ ഇതുപോലെ എന്തെങ്കിലും ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കണം. അപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രെഡ് നമ്മളൊന്ന് പൊരിച്ച് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ.
പിന്നെ എന്താ, അപ്പോൾ ബ്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പം എല്ലാ അമ്മമാരുടെയും ഒരു ഇതായിരിക്കുമല്ലോ ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെഡ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. സ്നാക്സ് ആയാലും എന്തെങ്കിലും കുട്ടികൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ബ്രെഡ് ഞാനും അതുപോലെ തന്നെയാണ് ബ്രെഡ് അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വൈകുന്നേരം അത് വരുമ്പോൾ അവർക്ക് ഞാനതുപോലെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതൊന്ന് പൊരിച്ച് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അത് ആകുമ്പോഴുണ്ടല്ലോ കുട്ടികൾ വന്ന ഉടനെ തന്നെ ചിലപ്പോൾ ചോറ് കഴിച്ചൊന്നും വരില്ല. അപ്പോൾ മീനൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും. മീനില്ല എന്നുണ്ടെങ്കിൽ വന്ന ഉടനെ തന്നെ ചോറൊന്നും കഴിക്കില്ല കേട്ടോ. എന്തെങ്കിലും സ്നാക്സൊക്കെയാണ് കഴിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ബ്രെഡ്, നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചാൽ 2 ദിവസത്തേക്ക് ഓടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ മോളും ബ്രെഡ് കഴിച്ചോളും. പിന്നെ അങ്ങനെ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചതിൽ പകുതി ബ്രെഡ് ഇരിപ്പുണ്ട്, പകുതിയാണെങ്കിൽ ഞാനതുപോലെ എടുത്ത് അവർക്ക് എന്തോ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ തുണിയെല്ലാം കഴുകി വിരിച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ട്, ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തുണി വിരിച്ച് ഇടാമെന്ന് വെച്ചു. രാത്രി ആകുമ്പോഴത്തേക്ക് എടുത്ത് നമുക്ക് മാറ്റി പെരയിലോ അങ്ങനെ ഇടാമെന്ന് വെച്ചിട്ടോ, നമ്മുടെ റൂമിനകത്ത് അങ്ങനെ ഇടാമെന്ന് വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുണി വിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നേരെ അടുക്കളയിൽ കയറിയിട്ട് ഇത്രയും ബ്രെഡ്, ഇത്രയല്ല പിന്നെ ഒരു 2-3 ബ്രെഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്തില്ല. അത് അവർ വന്ന പാടെ ഞാൻ ബ്രെഡിൻ്റെ പാക്കറ്റ് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അല്ലാണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് 2 പേരുടെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബ്രെഡ് ഒന്ന് പൊരിക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, ബ്രെഡ് ചുമ്മാണ്ട് പൊരിച്ച് കൊടുത്താൽ കുട്ടികൾ കഴിക്കും. പക്ഷേ എന്തെങ്കിലും അവർക്കൊരു ഇച്ചിരി നല്ലതായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കണം എന്ന് മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ബ്രെഡ് ഒന്ന് 2ആയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നെയ്യിലൊന്ന് പൊരിച്ചു കൊടുത്തിട്ട് പിന്നാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഞാനാണെങ്കിൽ ലച്ചുമ്മയ്ക്ക് അതുപോലെ വൈകുന്നേരം ഉച്ചയ്ക്ക് മുന്നേ ഞാൻ അവൾക്കൊരു കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളത് കഴിച്ചില്ല കേട്ടോ. അവൾക്ക് ചില ഐറ്റംസിനോടൊന്നും ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. അവളത് കഴിക്കില്ല, ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ബ്രെഡൊക്കെ പൊരിച്ച് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബ്രെഡ് വെച്ചേക്കാണ് കേട്ടോ. അപ്പം ബ്രെഡ് പൊരിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ കുറുക്ക് കാച്ചിരുന്നു, ഏത്തപ്പഴവും പിന്നെ 2 കാഷ്നട്ടും അതുപോലെ 2 ബദാമും പിന്നെ ഈന്തപ്പഴവും കൂടെ ഇട്ടിട്ട് അവൾക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട്, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, ഇത്രയും കൂടെ ചേർത്തിട്ട് അവൾക്ക് ഞാൻ ജസ്റ്റ് ഒരു കുറുക്ക് പോലെ അരച്ച് കൊടുത്തു കേട്ടോ. കുറുക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊടുത്തു. പക്ഷെ അവൾ കുടിച്ചില്ല, 1-2 സ്പൂൺ അങ്ങോട്ടേ കുടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് ആ ഒരു ടേസ്റ്റിനോട് ഭയങ്കര വെറുപ്പാണ്, ഇഷ്ടമല്ല, അതുകൊണ്ട് കുടിച്ചില്ല. ഞാൻ കൊണ്ട് നടന്നൊക്കെ നോക്കി, പക്ഷേ കുടിച്ചില്ല കേട്ടോ. പിന്നെ ഞാനത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനത് ഇവർ വന്നപ്പോൾ മക്കൾ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാനത് ബ്രെഡ് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഞാൻ കണ്ടത്. എടുത്ത് വെച്ച കാര്യം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ അത് ബ്രെഡ് പൊരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചത്. പിന്നെ അന്നേരം ഞാനത് ബ്രെഡിൽ ഇങ്ങനെ തേച്ചിട്ട് വേറൊരു ബ്രെഡ് കൊണ്ട് പ്രസ് ചെയ്ത് നമ്മുടെ സാൻഡ്വിച്ചോ അങ്ങനെ നമ്മൾ ജാമൊക്കെ തേച്ച് കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തു. പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരെണ്ണം കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റായിരുന്നേ. അവസാനം ഇത്രയും ബ്രെഡ് ഞങ്ങൾക്ക് തികയാണ്ടായി. പിന്നെ മക്കൾക്ക് ഞാനൊരു 2-3 വെച്ച് കൊടുത്തു. പിന്നെ അമ്മയും ഞാനും ഓരോന്നും എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലച്ചുമ്മ കഴിച്ചില്ല. ഞാൻ പറഞ്ഞത് ഇത് തേച്ചതുകൊണ്ട് ലച്ചുമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും, കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ മക്കൾക്ക് അവർക്ക് കൊടുത്തേ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വെച്ച് കഴിച്ചോളുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ എല്ലാ ബ്രെഡിലും ഇത് തേച്ച് കൊടുത്തിട്ട് അവർക്ക് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലതാണ്, അപ്പം വയറ് നിറയുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് നല്ല ഏത്തപ്പഴവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് അവർക്ക് വിശപ്പൊക്കെ മാറുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ, എൻ്റെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട്. മുഖത്ത് തേക്കാൻ നമ്മൾ ആഹാര സാധനങ്ങളെല്ലാം ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ, ഏത്തപ്പഴമൊക്കെ നമ്മുടെ സ്കിന്നിന് സൂപ്പറാണ് കേട്ടോ. അപ്പം ഏത്തപ്പഴമൊക്കെ അരച്ച് തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ അത് ഇളയവൻ കണ്ടിട്ട് അത് എടുത്തുകൊണ്ട് പോയി കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ല അവൻ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് പാത്രം എന്നെ കാണിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവൻ കഴിച്ചെന്ന്. പിന്നെ എന്താ ചെയ്യാനാ, കുട്ടികളല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ മുഖത്തൊന്നും തേച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട്
എന്താ ബ്രെഡിൽ ഇതുപോലെ തേച്ച് ബ്രെഡ് ഇതുപോലെ പൊരിച്ചിട്ട് നമ്മൾ തേച്ചെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം വെച്ച് ഇങ്ങനെയൊക്കെ ജാം ഉണ്ടാക്കി കൊടുക്കില്ലേ, അതുപോലൊക്കെ തന്നെ സെയിം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചായയൊക്കെ അമ്മ വെച്ചോളും. പിന്നെ അത് കഴിഞ്ഞ് ചായ കുടിക്കണം, പിന്നെ എനിക്കൊന്ന് പോയി കുളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് അവരെ പഠിപ്പിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സന്ധ്യയ്ക്ക് ഞങ്ങൾ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് പഠിക്കാനിരിക്കും. എങ്കിലും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും തീരുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരെയും പഠിപ്പിച്ച് ഇതാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ലച്ചുമ്മയും വരും. ചിലപ്പോൾ അമ്മയുടെ കൂടെ ലച്ചുമ്മ ഇരുന്നോളൂ കേട്ടോ, TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നോളും. ചില സമയത്ത് വഴക്കാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനൊന്നും ഒക്കത്തതേ ഇല്ല. അങ്ങനെ ഞാൻ ബ്രെഡ് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം അമ്മയ്ക്കും അവിടെ വെച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ നാളത്തേക്ക് പച്ചരി കുതിർത്ത് അത് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ, നാളെ അപ്പം ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ അപ്പം ചുടുന്നത് ഇതുപോലെ ആട്ടിയിട്ടല്ല, മാവ് ആട്ടിയിട്ടല്ല, ഇതുപോലെ പച്ചരി പൊടിച്ച് പിന്നെ അത് കപ്പി കാച്ചി അങ്ങനെ കേട്ടോ അപ്പം ചുടാൻ. പക്ഷേ സൂപ്പറാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. വേറെ ഒന്നും തേങ്ങയൊന്നും ചേർക്കില്ല. പിന്നെ അല്ലാണ്ട് കുറച്ച് സോഡാപ്പൊടി, നമ്മുടെ അപ്പക്കാരം ഇല്ലേ, അത് കുറച്ച് ചേർക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേളിൽ 2 മയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ മേളത്തെ വീട്ടിലെ അമ്മയാണ് വിളിച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ മക്കൾ അത് കാണാൻ വേണ്ടി ഓടി. അപ്പോൾ ഞാനും പുറകെ ഓടി കേട്ടോ. അപ്പോൾ മഴയും പെയ്യുന്നുണ്ടായിരുന്നു, മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നേ. അപ്പോൾ 2 മയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയാണെങ്കിൽ അതിന് ചോറിട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആ ഒരു വീടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ അമ്മയും ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ പിള്ളേരുടെ ബഹളവും കാര്യങ്ങളൊന്നും കേട്ടപ്പോൾ അത് പറന്നു പോയതൊന്നുമില്ല. കുറേ നേരം ഉണ്ടായിരുന്നു, വൈകുന്നേരമല്ല, പിറ്റേന്ന് രാവിലെ നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്നാണ് അത് പോയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ, കാണുന്നുണ്ടാവും നിങ്ങൾ വീഡിയോയിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ലച്ചുമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ലച്ചുമ്മയെ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ കാണിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഒരു കൈതച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബിരിയാണിയിലിട്ടില്ലേ, നമ്മുടെ ബിരിയാണി നേരത്തെ മുട്ട ബിരിയാണി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതിനകത്തുനിന്ന് പകുതി കൈതച്ചക്ക മാത്രമേ ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെന്താ, ബാക്കി പകുതി കൈതച്ചക്ക ഉണ്ടായിരുന്നു. അന്നേരമാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല മധുരം വെച്ചിട്ടുണ്ട്. അന്നത്തേന് അത്രയും മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ അത് എടുത്തു തന്നു. പിന്നെ ഞാനത് ചെത്തിയിട്ട്, ഇനി ഇരുന്നാൽ അത് കേടായി പോത്തേ ഉള്ളൂ. അങ്ങനെ ഞാനത് ചെത്തി. പിന്നെന്താ, മുള്ളൻ ചക്ക, അതിനകത്ത് മുള്ള് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നല്ലതായിട്ട് അങ്ങ് ചെത്തിയിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ട് തിരുമിയിട്ട് കഴിച്ചു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ മാങ്ങയൊക്കെ അങ്ങനെ മുളക് പൊടി ഉപ്പിട്ട് കഴിക്കില്ലേ, എനിക്ക് തോന്നുന്നു മാങ്ങ കഴിക്കുന്നതിനെക്കാട്ടിലും സൂപ്പറാണെന്ന് തോന്നുന്നു കൈതച്ചക്ക അങ്ങനെ കഴിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കഴിച്ചത്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, അമ്മ കുഴക്കട്ട ഉണ്ടാക്കി. അമ്മ പൊടിച്ചില്ലേ മാവ്, ആ മാവ് തന്നെ എടുത്ത് കുഴക്കട്ട ഉണ്ടാക്കി. അതിനകത്ത് പഞ്ചസാരയും തേങ്ങയും കൂടെ വെച്ചിട്ട് കുഴക്കട്ട ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഇനി പഠിപ്പിക്കാനിരിക്കുകയാണ്. ഞാൻ കുളിക്കുകയും ഒക്കെ ചെയ്ത്, കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് വന്ന് മക്കളെ പഠിപ്പിക്കാനെ കൊണ്ടിരുത്തി. അപ്പോൾ അവരുടെ വർക്കുകളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മ കുഴക്കട്ട ഞങ്ങൾക്ക് തന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുത്തില്ല, പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ TPയുടെ ഇതാണ് കേട്ടോ, മലയാളം TPയുടെ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്പീച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ കുറേ വർക്കുകളുണ്ട്, പഠിക്കാനൊക്കെ ആണെങ്കിൽ ശരിക്കുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചുമ്മയും കൂടെ വന്നിരുന്ന് പഠിക്കും കേട്ടോ. ഭിത്തി ഫുള്ള് അവളുടെ കലാവിരുതാണ്. പെൻസിലും സ്കെച്ചും ഒക്കെ വെച്ച് ഭിത്തിയിൽ വരച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ പുല്ലൂർ വീട്ടിൽ അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയും. അവന്മാർ കുഴപ്പമില്ല, പക്ഷേ ലച്ചുമ്മ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.